ഇഷ്ടമാണ്. നിങ്ങളോട് വല്ലാത്ത സ്നേഹമാണ് നബിയേ, എനിക്ക് തങ്ങളോട് വല്ലാത്ത പിരിശമാണ് നബിയേ, അടങ്ങാത്ത ഇഷ്ടമാണ് നബിയേ എന്ന് നബി തങ്ങളോട് പറഞ്ഞപ്പോ പൊന്നാര നബി അയാളോട് പറഞ്ഞു, എന്നാ വിഷമിക്കണ്ട, ലോകാവസാനം എപ്പോഴായാലും നീ ബേജാറാകണ്ട. ആരെയാണോ നീ ഇഷ്ടപ്പെടുന്നത്, ആരെയാണോ നീ പിരിശം വെക്കുന്നത്, അവരെ കൂടെയാണ് നീ പരലോകത്തുണ്ടാവുക, അവരോടൊപ്പമാണ് നീ സ്വർഗത്തിൽ പോവുക. മുസ്തഫായ റസൂലുള്ളാഹി. അതുകൊണ്ട് മുസ്ലിമേ, മുസ്തഫായ നബി തങ്ങളെ സ്നേഹിച്ചോ, അവിടുത്തെ സുന്നത്ത് മുറുകെ പിടിച്ചോ, അവിടത്തേക്ക് സലാത്ത് വർദ്ധിപ്പിച്ചോ, അതുപോലെ മഹാന്മാരായ ഔലിയാക്കന്മാരെ ഇഷ്ടപ്പെട്ടോ, ശംസുൽ ഉലമ തങ്ങളെ പിരിശം വെച്ചോ, സൈനുൽ ഉലമ തങ്ങളോടൊപ്പം കൂടിക്കോ. പാണക്കാട്ട് കൊടപ്പണക്കൽ തറവാടിന്റെ മഹാനായ കാരണവർ മഹാനായ പൂക്കോയ തങ്ങളെ മുറുകെ പിടിച്ചോ. അവർ അല്ലാഹ് ആദരിച്ച മഹാന്മാരാണ്, അല്ലാഹ് ഇഷ്ടപ്പെട്ട ഔലിയാക്കന്മാരാണ്, അല്ലാഹ് കറാമത്ത് കൊടുത്ത മഹാന്മാരാണ്, അല്ലാഹ് വിലായത്ത് കൊടുത്തിട്ട് അംഗീകരിച്ച അനുഗ്രഹീതരാണ്. അവരെ കൂടെ കൂടിയാൽ എന്നെ പീഡിച്ചവർ ഏതും പേടിക്കണ്ട, എന്നെ പീഡിച്ചവർ ഏതും പേടിക്കണ്ട, എന്നെ പീഡിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ. അവരെ പിടിച്ചോ, അവരെ ഇഷ്ടപ്പെട്ടോ, അവർ മഹാന്മാരാണ്. അറിയാലോ, പാണക്കാട്ട് പൂമുത്ത് മഹാനായ ഉമർ അലി ശിഹാബ് തങ്ങള് എത്ര വലിയ മഹാനാ, എത്ര നല്ല ജീവിതത്തിന്റെ ഉടമയാ, സംശുദ്ധമായ മഹാനായ ഉമർ അലി തങ്ങൾ മാത്രല്ല, സമസ്തയുടെ പണ്ഡിതന്മാരെ ആര് ചരിത്രം എടുത്തു നോക്കിയാലും പകരം വെക്കാനില്ലാത്ത നിസ്തുല്യ ജീവിതം കാഴ്ചവെച്ചവരാണ്, നിസ്തുല്യമായ നിലക്ക് ജീവിച്ചവരാണ് മഹാന്മാരായ സമസ്ത പണ്ഡിതന്മാർ. നമുക്കറിയാലോ, 8 വർഷത്തോളം സമസ്തയുടെ പ്രസിഡന്റായി നേതൃത്വം കൊടുത്ത റഈസുൽ ഉലമ കാളമ്പാടി ഉസ്താദ് വലിയ മഹാനാ, ജീവിതത്തിൽ ഒരിക്കലും പോട്ട് നോക്കാത്ത മഹാൻ, നെഞ്ചു വിരിച്ചിട്ടിരിക്കാത്ത മഹാൻ, എന്നും അല്ലാഹുവിന്റെ മുമ്പിൽ തലകുടിച്ച് തലതാത്തി നടന്ന മഹാൻ, തലതാഴ്ത്തി ഭൂമിയിലേക്ക് കണ്ണും നട്ടിയിരുന്ന മഹാൻ, എപ്പോ നോക്കിയാലും മുതുകു വളച്ചിട്ട് ഭൂമിയിലേക്ക് നോക്കി അല്ലാഹുവിനെ ചിന്തിച്ച മഹാൻ, ആ ഇൽമിന്റെ ആഴമറിഞ്ഞ മഹാൻ, ആയിരക്കണക്കിന് പണ്ഡിതന്മാരുടെ മഹാനായ ഗുരു ശൈഖ്